സഭയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം, ഒരു നീരസം ഒക്കെ വരുമ്പോഴും തനിക്ക് അങ്ങനെ ഒരു നീരസം ഇല്ല എന്നാണ് എം വിൻസെന്റ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോയിട്ട് തിരികെ എത്താം. അല്ല, പാർട്ടിയും മുന്നണിയും പല ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് മന്ത്രിസഭാംഗങ്ങളെ തീരുമാനിക്കുന്നത്. അതിൽ അവർക്ക് കഴിയുന്ന തരത്തിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വിധേയമായിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കതിന് നീരസത്തിനോ മറ്റൊന്നും കാര്യമില്ല. എന്നെക്കാൾ അർഹതയുള്ള എത്രയോ ആളുകൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ അവസരം കിട്ടാതെ കിടക്കുന്നവരുണ്ട്. ഞാൻ അവരുമായിട്ടാണ് എന്നെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വളരെയേറെ പരിഗണിക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ നടക്കും, പ്രതീക്ഷിക്കാത്തത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ലഭിക്കും. അതെല്ലാം ആപേക്ഷികമാണ്. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ജിബിനെ, വളരെ കൃത്യമായ കാര്യങ്ങൾ എം വിൻസെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സഭയാണെങ്കിലും മറ്റു സമുദായങ്ങളാണെങ്കിലും ഒക്കെ തങ്ങൾക്കൊരു മന്ത്രി ഉണ്ടെങ്കിൽ മാത്രം തങ്ങളുടെ കാര്യങ്ങൾ നടപ്പാകും അടുത്ത 5 വർഷം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു മന്ത്രി പദവിക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നത്. പക്ഷേ സഭ അങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ പക്വമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ എം വിൻസെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ക്രിസ്റ്റീന. കാരണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് എം വിൻസെന്റ് എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല, ഒരു MLA മാത്രമല്ല, അല്ലെങ്കിൽ നേതാവ് മാത്രമല്ല. അവർക്ക് വിൻസെന്റ് MLA എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ അഭയം കൂടിയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസുകാരെയും KC നേതാക്കളെയൊക്കെ സംബന്ധിച്ച് പാർട്ടി പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള സമരപരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ കാലത്തും പാർട്ടി പ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്നത് എം വിൻസെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കും ഇതിൽ വലിയ രീതിയിലുള്ള അമർശമുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം രൂപതയ്ക്ക് ഒരു അമർശമുള്ളത്. കാരണം ഈ വിഴിഞ്ഞം സമരവുമായി ഒക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കൊക്കെ തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന സമയത്ത് എന്തായാലും അത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.